നമസ്കാരം. വയനാട് പാർലമെന്റ് മണ്ഡലവും ചേലക്കര അസംബ്ലി മണ്ഡലവും ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയ ദിനമാണിന്ന്. ആ ദിനത്തിൽ രാവിലെ തന്നെ ഒരു ബോംബ് പൊട്ടിയിരിക്കുകയാണ്. രാഷ്ട്രീയ ബോംബാണ് പൊട്ടിയിരിക്കുന്നത്. അത് CPIMന്റെ മുതിർന്ന നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനുമായി ബന്ധപ്പെട്ടാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. EP-യുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹം ആത്മകഥയുടെ രചനയിലാണ്. അദ്ദേഹത്തെ LDFന്റെ കൺവീനർ സ്ഥാനത്ത് നീക്കിയ സമയത്ത് അദ്ദേഹം ആ രചനയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ഇപ്പോൾ തനിക്ക് ആത്മകഥ എഴുതാനുണ്ടെന്നൊക്കെയുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിൻ്റെ പേര് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന തരത്തിലാണ് വാർത്തകളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നത്. അതെന്തായാലും ഇന്ന് രാവിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ രാവിലെ 7:30 തന്നെ വലിയൊരു വാർത്ത പുറത്തു വരുന്നത് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട്, പുസ്തകത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. DC ബുക്സ് ഏറെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറെ വിശ്വാസ്യതയുള്ള, വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ പ്രസാധകരാണ് DC ബുക്സ്. ആ DC ബുക്സ് ഇന്നലെ രാത്രിയോടുകൂടി പോസ്റ്റ് അവർ ചെയ്യുകയാണ്. ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ് ഇടുകയാണ്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: ചില അപ്രിയ സത്യങ്ങളുടെ തുറന്നു പറച്ചിലുകളുമായി EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം DC ബുക്സ് ഉടൻ പുറത്തിറക്കുന്നു എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതിൽ ഇൻസ്റ്റഗ്രാമിൽ EP ജയരാജനെ ടാഗ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രമാണ്. അതിൽ ആ പുസ്തകത്തിൻ്റെ പേരുണ്ട്, EP ജയരാജൻ എന്ന അടിയിൽ എഴുതിയിട്ടുണ്ട്. EMSൻ്റെയും EP ജയരാജൻ്റെയും ചിത്രമാണ് ആ കവർ ചിത്രത്തിലുള്ളത്. അങ്ങനെ ഒരു പോസ്റ്റാണ് വരുന്നത്. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ദേശീയ ദിനപത്രമായ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരുന്നു. ഒപ്പം തന്നെ ഇന്ന് രാവിലെ 10:30 ഈ പുസ്തകം പുറത്തിറങ്ങുമെന്ന തരത്തിലാണ് മാധ്യമങ്ങൾക്കൊക്കെ DC ബുക്സിൽ നിന്നും വിവരം ലഭിച്ചത്. അങ്ങനെ അത് വാർത്തയാകുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ആ പുസ്തകവുമായി ബന്ധപ്പെട്ട്, പുസ്തകത്തിലെ സാധാരണ ഇത്തരം പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ അതിലെ വിവാദമാകാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, വിവാദമാകാവുന്ന ഭാഗങ്ങളാണ് ചോർന്ന് കിട്ടുക മാധ്യമപ്രവർത്തകർക്ക്. അത് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഈ പുസ്തകത്തിൽ നിന്നും അങ്ങനെ വാർത്ത വരുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ EP ജയരാജനുമായി പറയുന്നത്, ഈ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിൽ തനിക്ക് അതൃപ്തിയുണ്ട്. അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഒപ്പം തന്നെ പാലക്കാട്ടെ നിലവിലെ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി P സരിൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. പഴയ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട വിവാദ ബോണ്ട് കഥയുണ്ട്. ഒപ്പം തന്നെ EP ജയരാജന്റെ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ ചില പ്രശ്നങ്ങൾ, അതിൽ തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തതൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ആ വാർത്ത പുറത്തു വരുന്നു. പിന്നാലെ മാധ്യമങ്ങൾ EP ജയരാജന്റെ വിശദീകരണം തേടുന്നു. അദ്ദേഹം പൂർണ്ണമായും ഇക്കാര്യം നിഷേധിക്കുകയാണ്. താൻ തൻ്റെ ആത്മകഥയുടെ രചന പൂർത്തീകരിച്ചിട്ടേയില്ല, അത് നടക്കുകയാണ്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആരുമായിട്ടും താൻ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല. DC ബുക്സും മാതൃഭൂമിയും താനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, അവരുമായിട്ട് ചർച്ചകൾ നടന്നിരുന്നു എന്നതല്ലാതെ ആരുമായിട്ടും ഒരു കരാറിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഒരു അന്തിമമായൊരു തീരുമാനം ആർക്കാണ് അതിൻ്റെ പ്രസാധനത്തിൻ്റെ ഒരു അവകാശം കൊടുക്കേണ്ടത് എന്ന കാര്യത്തിലൊന്നും യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം ആ വാർത്ത നിഷേധിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ താൻ എഴുതിയിട്ടില്ല, താൻ എഴുതാനും ഉദ്ദേശിക്കുന്നില്ല, ഇതുവരെ താൻ എഴുതിയിട്ടില്ല. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നത്, മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇതെങ്ങനെ താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം എങ്ങനെ ചോർന്ന് കിട്ടി എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയൊരു ഗൂഢാലോചന നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ എഴുതുക പോലും ചെയ്യാത്ത, മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയ വിവാദമാകുന്നു. അല്പം മുൻപാണ് DC ബുക്സ് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇടുകയാണ്. ഇന്നലെ രാവിലെ 10:30 പ്രഖ്യാപിച്ചിരുന്ന, അല്ലെങ്കിൽ തീരുമാനിച്ചിരുന്ന ആ ഒരു പുസ്തകം പുറത്തിറക്കുന്ന സമയം അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അവരുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണ് എന്ന് അവർ പുതിയ പോസ്റ്റിലൂടെ പറയുന്നു. അതായത് ഇതിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നീട്ടിവെച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഇന്നലെ രാത്രിയിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അവർ പിൻവലിച്ചിട്ടുമില്ല, അതിൽ നിഷേധക്കുറിപ്പ് അവർ എഴുതിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ചില സംശയങ്ങൾ ഈ വിഷയത്തിൽ ഉയരുകയാണ്. EP ജയരാജൻ പറയുന്നതാണോ സത്യം, അതോ DC ബുക്സ് അവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യമാണോ സത്യം എന്നത് സംബന്ധിച്ച് വലിയ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. EP ജയരാജൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതാണ്. അദ്ദേഹത്തെ ഈ എഴുത്തിൽ സഹായിക്കാൻ മറ്റു പലരുമുണ്ട്.
അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒക്കെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് പുറത്തുവിട്ട വാർത്തയാണോ എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ വന്നിരിക്കുന്ന ഈ വാർത്ത വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, നേരത്തെ ഏതാണ്ട് 5-6 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിലാണ് ഇതേപോലെ EP മറ്റൊരു ബോംബ് പൊട്ടിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 2-3 ആഴ്ച മുൻപ് തന്നെ EP ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന്റെ വെളിപ്പെടുത്തലുകൾ ദല്ലാൽ നന്ദകുമാർ നടത്തി. പിന്നീട് അത് സ്ഥിരീകരിച്ചുകൊണ്ട് BJPയുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. എന്നാൽ അന്നൊക്കെ EP ജയരാജൻ അക്കാര്യം നിഷേധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ദിവസം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസം അദ്ദേഹം രാവിലെ തന്റെ ബൂത്തിലെത്തി വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇക്കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തി തന്റെ വീട്ടിലെത്തിയാണ് അദ്ദേഹം കണ്ടത്. അത് വെറുതെ വന്നതാണ്, പോയ വഴിക്ക് വന്ന് അദ്ദേഹം ചായ കുടിച്ചു പോയി, തന്റെ കൊച്ചുമകന്റെ പിറന്നാളായിരുന്നു, അതുമായി ബന്ധപ്പെട്ടൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നു. മാധ്യമങ്ങളോട് പറയുന്നു അത് പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം വലിയതായിരുന്നു. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ EP ജയരാജനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും അത്തരത്തിൽ പ്രതികരിച്ചതിന് രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഒരു പോളിംഗ് ദിനത്തിൽ രാവിലെ ഇത്തരത്തിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്തരം ഒരു നീക്കം നടത്തുമ്പോൾ ഏത് തരത്തിൽ ആ പാർട്ടിയെയും മുന്നണിയും ഒക്കെ ബാധിക്കുമെന്നതൊന്നും ചിന്തിക്കാതെ അദ്ദേഹം നടത്തിയൊരു പ്രതികരണം എന്ന നിലയിലാണ് വലിയ വിമർശനം ഉണ്ടായത്. നേരത്തെ നമുക്കറിയാം, ഏതാണ്ട് ഒരു ദശകം മുൻപ് സമാനമായ രീതിയിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇതേപോലെ CPIMന്റെ മുതിർന്ന നേതാവ്, മുൻ മുഖ്യമന്ത്രിയുമൊക്കെ ആയിരുന്ന VS അച്യുതാനന്ദൻ നടത്തിയ ഒരു നീക്കമുണ്ട്. അത് 2012 നടന്ന നെയ്യാറ്റിൻകരയിലെ ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിൽ VS അച്യുതാനന്ദൻ അതിനു മുൻപാണ് TP ചന്ദ്രശേഖരന്റെ വധം നടക്കുന്നത്. ആ പോളിംഗ് ദിനത്തിൽ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് വടകരയിലെ വീട്ടിലെത്തി KK രമയെ, TP ചന്ദ്രശേഖരന്റെ വിധവയെ കണ്ടു. അന്ന് ആ ഒരു ചിത്രം VSന്റെ മാറിലേക്ക് ചാഞ്ഞു കടന്നുകൊണ്ട് KK രമ കരയുന്ന ആ ഒരു ചിത്രം, അതിന്റെ ദൃശ്യങ്ങൾ, അത് ആ ഉപതെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ ഒരു പ്രകമ്പനം അത് വളരെ വലുതായിരുന്നു. അത്തരത്തിൽ ഒരു നീക്കമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിൽ EP ജയരാജൻ ആ പ്രതികരണത്തിലൂടെ നടത്തിയത്. ഇന്ന് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ്, 2 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും EP-യുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം വരുന്നു. എന്തായാലും EP ഇത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എഴുതിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ വാദം അംഗീകരിക്കാമെങ്കിൽ തന്നെയും ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും സോഴ്സ് വഴി അദ്ദേഹം പുറത്തുവിട്ടതാണ്. കാരണം ഇക്കാര്യത്തിലൊക്കെ അദ്ദേഹത്തിനുള്ള അതൃപ്തിയും മറ്റു വിഷയങ്ങളും ഒക്കെ തന്നെ പകൽ പോലെ സത്യമാണ്. അദ്ദേഹത്തെ LDFന്റെ കൺവീനർ സ്ഥാനത്ത് നീക്കിയത്, ഒപ്പം തന്നെ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ആ വിഷയം ഇത്ര വലിയൊരു പ്രശ്നമാക്കിയതും ചർച്ചയാക്കിയതും അദ്ദേഹത്തിന്റെ ഭാഗം കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം അംഗീകരിക്കാതെ പോയതും ഒക്കെ അദ്ദേഹം അതിനകത്ത് വലിയൊരു അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. അതിന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അത് പറയുന്നു എന്ന വിധത്തിൽ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ പാലക്കാട് LDF സ്ഥാനാർത്ഥി സരിനെ കുറിച്ച് പറയുന്നതാണ്. സരിൻ അവസരവാദിയാണ്. കോൺഗ്രസിൽ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം മറുകണ്ഠം ചാടി വന്നു. അത്തരത്തിൽ വരുന്ന ഈ സ്വതന്ത്രരെ വിശ്വസിക്കരുതെന്ന് EMS തന്നെ പറഞ്ഞിട്ടുണ്ട്. PV അൻവറിന്റെ ഒക്കെ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അക്കാര്യങ്ങൾ പറയുന്നത്. അത്തരത്തിൽ പല വിഷയങ്ങളും അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള പുസ്തകത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. എന്തായാലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ അത് വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ തുടർന്ന് മറ്റ് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ട് മാറും. EP ജയരാജൻ പറയുന്നത് പോലെ ഇതൊരു ഗൂഢാലോചനയാണ് എങ്കിൽ അക്കാര്യത്തിൽ വലിയൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ് എന്ന കാര്യം ഒക്കെ തന്നെ പുറത്തു വരേണ്ടതുമുണ്ട്.